ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ ഒരു കളിയായി മാറിയിരിക്കുകയാണ്. ലോകത്തിൽ ഇപ്പൊ ഏറ്റവും പ്ലെയേഴ്സിന് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്പോർട്ട് ഇവന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഫുട്ബോൾ എന്ന് തന്നെ പറയും. കാരണം ഏറ്റവും അധികം ട്രാൻസ്ഫർ ഫീയും എല്ലാം പൈസ പൊട്ടിക്കുന്നത് മൊത്തം ഫുട്ബോളിലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു വിചിത്രമായ ഒരു കാര്യം കൂടി പറയാനാണ്, ഈ ഫുട്ബോളിൽ തന്നെ നമ്മൾ ടോപ്പ് 5 ലീഗ് എന്നൊക്കെ വിളിക്കുന്ന കുറച്ച് ലീഗുകളുണ്ട്. അതിലെപ്പോഴും ഒന്നാം സ്ഥാനം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തന്നെ നിലനിർത്തുന്നുണ്ട്, അതിലൊരു സംശയമില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ ടീം ഓരോ ലീഗുകളായിട്ട് വരും. ജർമ്മൻ ലീഗ് ഉണ്ട്, ഇറ്റാലിയൻ ലീഗ് ഉണ്ട്, ഇങ്ങനെ എന്താ പറയാ ഓരോ ലീഗ് അടിക്ക് വരും, സ്പാനിഷ് ലീഗ്. അപ്പൊ അതില് ഏറ്റവും നമുക്കറിയാം പണ്ടത്തെ പ്രതാപവാന്മാരായ AC മിലാൻ, ഇന്റർ മിലാനൊക്കെ കളിക്കുന്ന ഒരു ലീഗ് ഉണ്ട്, നെപ്പോളി, ഇവരൊക്കെ കളിക്കുന്ന ഒരു ലീഗ്, AS റോമ, ഇവരൊക്കെ കളിക്കുന്ന ലീഗ് ഇറ്റാലിയൻ ലീഗ്. അതിൽ കഴിഞ്ഞ വട്ടത്തെ ചാമ്പ്യന്മാരായത് നമുക്കറിയാം ഇന്റർ മിലാനാണ്. ഇന്റർ മിലാന് ചാമ്പ്യന്മാരായി ഇപ്പൊ സമ്മാന തുകയായി ലഭിച്ചത് എത്രയാണെന്നൊരു $17 മില്യൺ. ഇറ്റാലിയൻ ലീഗ് സീരിയയിൽ വിന്നറായ ടീമിന് ലഭിച്ചതാണ് $17 മില്യൺ. അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് സെക്കൻഡ് ഡിവിഷനിൽ ജേതാക്കളായത് കഴിഞ്ഞ വട്ടം ഹൾ സിറ്റിയാണ്. അപ്പൊ അവർക്ക് ഈ വട്ടം പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, എന്താ പറയാ ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കാൻ. അപ്പൊ അവർക്ക് സെക്കൻഡ് ഡിവിഷനിലെ ചാമ്പ്യന്മാരെ ഇപ്പൊ എത്ര രൂപയാണെന്നറിയോ ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടിയത്? $295 മില്യൺ. ലുക്ക് ദ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇന്ന് ഒന്നാം സ്ഥാനത്ത്? അവരുടെ സ്പോൺസേഴ്സും ബ്രാൻഡ് വാല്യൂം അതാണ് വ്യത്യസ്തമാക്കുന്നത്. സീരിയ ജയിച്ചൊരു ടീമിന് വെറും $17 മില്യൺ ലഭിച്ചപ്പോൾ സെക്കൻഡ് ഡിവിഷൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ സെക്കൻഡ് ഡിവിഷൻ വിജയിച്ച ഹൾ സിറ്റിക്ക് ലഭിക്കുന്നത് $295 മില്യൺ. എത്ര ഡിഫറൻസ് ആണ്! 20 ഏകദേശം 15-16 ഇരട്ടി തുക. അതാണ് ഫുട്ബോൾ മേക്സ് നോ സെൻസ് എന്ന് പറയുന്നത്. പൈസ ഒഴുകുന്നൊരു ഇവന്റായി ഫുട്ബോൾ മാറിയിരിക്കുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലും ബ്രാൻഡ് വാല്യൂ ഉള്ളവർക്ക് അധികവും അല്ലാത്തവർക്ക് കുറവുമായി പോകുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.